Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruh wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قطر ولا ذلة أولئك أصحاب الجنة هم فيها خالدون. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിൻ്റെ ദിവസവും സമയവുമൊക്കെ നമ്മളിലേക്ക് അടുത്തു വരികയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപക്ഷെ നമ്മോടൊപ്പം ഈ പള്ളിയിൽ ഒന്നിച്ച് ജുമുഅക്കും മറ്റു കാര്യങ്ങളിലും പങ്കെടുക്കാറുള്ള നമ്മുടെ സഹപ്രവർത്തകരും സഹോദരങ്ങളും രക്ഷിതാക്കളും അടക്കം പലരും ആ പുണ്യഭൂമി ലക്ഷ്യമാക്കി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവരെല്ലാവർക്കും സ്വീകാര്യപ്രദമായ സമ്പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന ഹജ്ജ് കർമ്മം ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും ആ പുണ്യഭൂമിയിൽ ഒരിക്കലെങ്കിലും എത്തിച്ചേർന്ന് ഈ പരിശുദ്ധ കർമ്മത്തിൽ പങ്കുചേരാൻ അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെയേറെ മഹത്വമുള്ള വലിയ പുണ്യമുള്ള കർമ്മമാണ് ഹജ്ജ് എന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പരാമർശിച്ചു പോയതുമാണ്. ആ ഹജ്ജിന്റെ മഹത്വം പഠിപ്പിക്കുന്ന ഹദീസുകളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ വായിക്കുന്നിടത്ത് നമ്മൾ കാണുന്ന ഒരു ഹദീസ് ഇപ്രകാരമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ആ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ അന്നഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നറൽ ജിഹാദ അഫ്ളൽ അമലി അഫലാ നുജാഹിദു, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നത് വളരെയേറെ പുണ്യമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു കർമ്മമായി മനസ്സിലാക്കുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ആ ജിഹാദ് ചെയ്യേണ്ടതില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖാല ലാകിന്ന അഫ്ളൽ ജിഹാദി ഹജ്ജുൻ മബ്റൂർ, വേണ്ട, നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്വീകാര്യപ്രദമായ പുണ്യകരമായ ഹജ്ജു കർമ്മമാണ് നിങ്ങളുടെ ജിഹാദ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ഹജ്ജാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. സഹോദരങ്ങൾ, എത്ര വലിയ പുണ്യമാണ് ഹജ്ജിന് ലഭിക്കുന്നത്. ആ പുണ്യം ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു പാഠം ഈ ഹദീസിലുണ്ട്. ആ പാഠമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് ചെന്ന് നിങ്ങൾ എന്താണ് ജിഹാദ് ചെയ്യാത്തത് എന്നല്ല ചോദിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ച് ഇങ്ങോട്ടാണ്, റസൂലേ, ജിഹാദാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കർമ്മമായി ഞങ്ങൾ കാണുന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ജിഹാദ് ചെയ്യണ്ടേ? ഒരു നന്മ ചെയ്യാനുള്ള, സൽപ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകാനുള്ള, പുണ്യം നേടിയെടുക്കാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഞങ്ങൾ ഉണ്ടാകണമെന്ന നമ്മളുടെ മുൻഗാമികളുടെ സ്വഹാബത്തിന്റെ ആഗ്രഹത്തെ, താല്പര്യത്തെ കൂടി ആ ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു സ്വർഗം ലഭിക്കണമെന്ന്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആർക്കാണ് അത് ലഭിക്കുന്നത്? അതിന് നമ്മളിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാവുക എന്നതുകൂടി വളരെ പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യൂനുസിന്റെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കാണ്, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വ സിയാദ, സുഹൃത്തവാന്മാരായ നന്മകളിൽ വ്യാപൃതരാകുന്ന ആളുകൾക്ക് അതിനേക്കാൾ ഉത്തമമായതും വർദ്ധിതമായ നേട്ടങ്ങളും പരലോകത്ത് ലഭിക്കാനുണ്ട്. വലാ യർഹഖു വജൂഹും ഖത്റുൻ വലാ ദില്ല, അവരുടെ മുഖങ്ങൾ അവിടെ ഒരു ഇരുട്ടോ അപമാനമോ അവരുടെ മുഖങ്ങളെ തീണ്ടുകയില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ, അവരാണ് സ്വർഗാവകാശികൾ, അവരതിൽ നിത്യവാസികളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ലഭിക്കുന്ന, പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന, നന്മകൾ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് സുഹൃത്തവാന്മാർ, നന്മകൾ ചെയ്യുന്ന ആളുകൾ എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ധാരാളം നന്മകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം, സ്വഹാബത്ത് ആഗ്രഹിച്ചതുപോലെയുള്ള ആഗ്രഹവും പരിശ്രമവും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സ്വഹാബിമാര് പറയാണ്, നജ്ദ് ദേശത്ത് നിന്ന് ആകെ ജടകുത്തിയ മുടിയുമായി ഒരു മനുഷ്യൻ കടന്നു വരുന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിക്കുന്നത് ഇസ്ലാമിക കാര്യങ്ങളെ കുറിച്ചാണ്, ഇസ്ലാമികമായ കർമ്മങ്ങളെ കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാണ്, ഖംസു സ്വലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല, എന്താ ഇസ്ലാമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാത്രിയും പകലുമായി, രാവും പകലുമായി 5 നേരത്തെ നിസ്കാരം നിങ്ങൾ നിർവഹിക്കണം. അപ്പൊ വന്ന മനുഷ്യൻ ചോദിക്കാണ്, ഫഖാല ഹൽ അലയ്യ ഗൈറുഹ, നബി, അതല്ലാത്ത എന്തെങ്കിലും നിസ്കാരം ഇനി ഞാൻ ചെയ്യേണ്ടതുണ്ടോ? ഖാല, പ്രവാചകൻ പറഞ്ഞു, ഇല്ല.
അതല്ലാത്തൊരു നിസ്കാരവുമില്ല. എങ്ങനെയല്ലാതെ ഇല്ലാൻ തതവ്വ, ഇനി നിങ്ങൾക്ക് സുന്നത്തായി നിങ്ങൾക്ക് അതിലേറെ നിർവഹിക്കാം. സുന്നത്തായ നിസ്കാരങ്ങളുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി പറഞ്ഞു വസിയാമു റമളാൻ, നിങ്ങൾ റമളാനിലെ നോമ്പ് നിർവഹിക്കണം. അപ്പോഴും ആ മനുഷ്യൻ ചോദിച്ചു, നബിയെ വേറെന്തെങ്കിലും ഇനി നോമ്പായിട്ട് എനിക്ക് നിർവഹിക്കാനുണ്ട്? അപ്പോഴും പ്രവാചകൻ പറഞ്ഞു ഇല്ല അൻ തതവ്വ, ലാ ഇല്ല അൻ തതവ്വ, സുന്നത്തായ നോമ്പല്ലാതെ വേറൊന്നുമില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വദക്കറ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത്, സകാത്തിനെ കുറിച്ച് ആ മനുഷ്യനെ ഉത്ബോധിപ്പിച്ചു. അപ്പോഴും ആ മനുഷ്യൻ ചോദിച്ചു, നബിയെ വേറെന്തെങ്കിലും ഇനി എനിക്ക് ദാനമായി ചെയ്യാനുണ്ടോ? ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ ഇല്ല അൻ തതവ്വ, ഇല്ല സുന്നത്തായി നിങ്ങൾ ചെയ്യുന്ന സ്വതക്കയല്ലാതെ. ഫഅദ്ബറ റജുലു വഹുവ യഖൂൽ, ആ മനുഷ്യൻ അത് കേട്ട് തിരിച്ചു പോകാൻ. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, വല്ലാഹി ലാ അസീദു അലാ ഹാദാ വലാ അൻഖുസ്, നബി ഇപ്പൊ പറഞ്ഞതിനേക്കാൾ ഞാൻ കൂട്ടൂല്ല കുറക്കൂല്ല. നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞ കർമ്മങ്ങളും സുന്നത്തായി പറഞ്ഞ ഈ കാര്യങ്ങളും ഇതിൽ ഞാൻ കൂട്ടുകയോ കുറക്കുകയോ ഇല്ല എന്ന് പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ തിരിച്ചു പോകുകയാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അഫ്ലഹ ഇൻ സ്വദഖ, അയാൾ ഇപ്പൊ പറഞ്ഞത് സത്യമാണെങ്കിൽ അയാൾ വിജയിച്ചിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളും സുന്നത്തായി പഠിപ്പിച്ച ഈ കാര്യങ്ങളുമൊക്കെ അയാൾ നിർവഹിക്കുമെന്നാണ് പറഞ്ഞത്. അത് അയാൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അയാൾ വിജയിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നോക്കി നിങ്ങൾ, ഏറിയപ്പോ എന്താ നമ്മൾ ചെയ്യണത്? പടച്ചോന്റെ മാർഗത്തേക്ക് എന്താണ് ഇപ്പോ? ഇന്നലത്തെ ഒരു ദിവസം എടുത്ത് നോക്കി, 5 നേരത്തെ നിർബന്ധ നിസ്കാരം അത് ജമാഅത്തന്നെ കിട്ടിയോ നമ്മൾ ചിന്തിക്കുക. ഏതോ ഒരു സമയത്ത് ഒരു 5 നേരത്തെ നിസ്കാരം നമ്മൾ നിസ്കരിച്ചു എന്നല്ലാതെ ഇന്നലത്തെ ഒരു ദിവസം അധികമായി പുണ്യമായി നമ്മൾ എന്താ ചെയ്തത്? സ്വഹാബത്ത് ഈ പുണ്യമായ നിർബന്ധത്തിന്റെ ഒപ്പം ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യണ റസൂലേ എന്ന് അങ്ങോട്ട് ചോദിക്കാൻ, പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഞാൻ കുറക്കാതെ നിർവഹിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു പോകാൻ. സഹോദരങ്ങളെ, നമുക്ക് നന്മകളിൽ വ്യാപൃതരാകാൻ കഴിയണം. അതിന് പ്രത്യേകമായി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് മാസം കാണുകയാണെങ്കിൽ ഇന്നത്തെ മഗ്രിബോടുകൂടി, ഇല്ലെങ്കിൽ നാളെ മഗ്രിബോടുകൂടി ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ, പവിത്രമായ പുണ്യമായ മാസമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖുർആൻ സൂചന നൽകിയ മാസം. എന്താണ് അതിൽ പ്രത്യേകിച്ചും അതിൽ ആദ്യ 10 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ 10 ദിവസം മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളെക്കാളും പടച്ച റബ്ബിന് ഇഷ്ടമുള്ള ഒരു കർമ്മവും ചെയ്യുന്ന ഒരു ദിവസവും ഇല്ല എന്നാണ്. സ്വഹാബത്ത് ചോദിക്കാണ്, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാ, നബി അപ്പൊ അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ നിർവഹിക്കുന്ന ജിഹാദോ, അതിന് ഈ ദിവസങ്ങളുടെ കർമ്മങ്ങളെക്കാൾ പുണ്യം ലഭിക്കുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദിനും ഇത്ര ശ്രേഷ്ഠതയുള്ള പുണ്യം ലഭിക്കുകയില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ മിൻ ദാലിക ബിശൈ, ഒരാള് സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ട് അതിൽ നിന്നൊന്നും അയാൾ തിരിച്ചു കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ സമ്പത്തും അള്ളാന്റെ ദീനിന്റെ മാർഗത്ത് കൊടുത്തു, അയാൾ അവിടെ ഷഹീദാകുകയും ചെയ്തു. എന്നാലല്ലാതെ ഇത്ര വലിയ പുണ്യം ഒരാൾക്ക് നേടിയെടുക്കാനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അശ്രി ഫീഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അശ്ർ, ഈ 10 ദിവസങ്ങളെക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നന്മ ചെയ്യുന്ന മറ്റൊരു ദിവസവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. ഖുർആനിൽ തന്നെ പ്രത്യേക പരാമർശം വന്നു ഈ ദിവസങ്ങളെ കുറിച്ച്. 89-ാം അധ്യായം സൂറത്തുൽ ഫജ്ർ ആരംഭിക്കുന്നിടത്ത് വൽ ഫജ്രി വലയാലിൻ അശ്ർ, ആ 10 ദിവസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഫസ്സിറുകൾ പറഞ്ഞു അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിന്റെ 28-ൽ വയദ്കുറു ഇസ്മല്ലാഹ് ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചാലും അവർ ബലിയെറുക്കാൻ കൂടി എന്ന് പറഞ്ഞ ആ അയ്യാമുൻ മഅലൂമാത്ത് ഏതാണ്?
ഈ 10 ദിവസങ്ങളാണ് എന്ന് മുഫസ്സിറുകൾ അത് വിശദീകരിച്ചു. അതുകൊണ്ട് അത്ര പ്രത്യേകതയുള്ള ദിവസത്തേക്ക് ഒന്നുകിൽ ഇന്ന് മഗ്‌രിബിന് അല്ലെങ്കിൽ നാളത്തെ മഗ്‌രിബോടുകൂടി നമ്മൾ പ്രവേശിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ദിവസങ്ങളുടെ പുണ്യം നമ്മൾ നേടിയെടുക്കണം. എന്തുകൊണ്ടാണ് ഇത്ര വലിയ ശ്രേഷ്ഠത? സ്വഹീഹുൽ ബുഖാരി അതിന്റെ വിശദീകരണം എഴുതിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ പറയാണ്, എന്താണ് ഈ ദിവസങ്ങൾക്ക് ഈ ശ്രേഷ്ഠത കിട്ടാനുള്ള കാരണം? വല്ലദി യുൽഹിറു അന്ന സബബ ഫി ഇംതിയാസി അശ്രി ദിൽഹിജ്ജ, ഈ ദുൽഹിജ്ജ ഈ 10ന്റെ ഈ പ്രത്യേകത എന്താണ്? ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തുൽ ഇബാദ, ഉമ്മഹാത്തുൽ ഇബാദ ആരാധനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒത്തുവരുന്ന ദിവസങ്ങളാണിത്. ഫഹിയ അസ്സലാ വസ്സിയാം വസ്സദഖ വൽ ഹജ്ജ് വലാ യതഅല്ല ദാലിക ഫീ ഗൈരി, നിസ്കാരവും നോമ്പും സ്വതക്കയും ഹജ്ജും. നമുക്ക് നിസ്കരിക്കണം, ദുൽഹിജ്ജയിലും നിസ്കരിക്കണം, നമുക്ക് നോമ്പെടുക്കാം, സുന്നത്ത് നോമ്പെടുക്കാം. ഇനി 1 മുതൽ 9 വരെ അങ്ങനെ, അല്ലെങ്കിൽ ആ ദുൽഹിജ്ജയുടെ 9 അറഫാ ദിവസത്തിൽ നോമ്പ് പ്രത്യേകമായുണ്ട്. അതുപോലെ തന്നെ നിർബന്ധമായതും അല്ലാത്തതുമായ ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇതൊക്കെ അല്ലാത്ത ദിവസം ചെയ്യുക. പക്ഷെ ഹജ്ജ് ഈ ദിവസങ്ങളിലേ വരുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഇത്ര മഹത്വമുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന മുൻഗാമികൾ നന്നായിട്ട് ഒരുങ്ങി ഈ ദിവസങ്ങളെ സ്വീകരിക്കാൻ. കാന സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി ഇദാ ദഖല അയ്യാമുൽ അശ്ർ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ 10 ദിവസത്തിലേക്ക് പ്രവേശിച്ചാൽ തന്റെ കഴിവിന്റെ പരമാവധി ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കും, നന്മകളിൽ മുന്നേറാനുള്ള ശ്രദ്ധയും പരിശ്രമവും ഒരുക്കവും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാനാകും. സഹോദരങ്ങളെ, നമ്മൾക്ക് ഒരുങ്ങാൻ കഴിയണം. റമദാൻ വരുമ്പോൾ നമ്മൾ ഒരുങ്ങും. എന്തിനാ റമദാൻ വരുമ്പോൾ നമ്മൾ ഒരുങ്ങുന്നത്? ആളെ കാണിക്കാനല്ലല്ലോ, പരലോകത്ത് കൂലി കിട്ടാനാണ്. പരലോകത്ത് കൂലി കിട്ടാനാണ് നമ്മളുടെ ഒരുക്കമെങ്കിൽ ആ പരലോകത്തെ കൂലിയെ പഠിപ്പിച്ച അല്ലാഹുവും റസൂലും ഏറ്റവും ശ്രേഷ്ഠതയുള്ള നന്മകൾക്ക് ഏറെ പ്രാധാന്യമുള്ള, പടച്ചറപ്പിന് ഏറെ ഇഷ്ടമുള്ള ദിവസങ്ങൾ എന്ന് പഠിപ്പിച്ച ഈ 10 ദിവസങ്ങളിലും ആ ഒരുക്കവും ശ്രദ്ധയും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കണം. എന്തെല്ലാം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയോ അതൊക്കെ വർദ്ധിപ്പിക്കണം. തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കേണ്ടത് എന്താണ്? ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. പ്രത്യേകിച്ചു നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ ദിക്റിൽ മാത്രം ഒതുങ്ങരുത്. ഈ 10 ദിവസം കുറച്ച് സജീവത നമുക്ക് സുന്നത്തു നമസ്കാരങ്ങളിൽ ഉണ്ടാകണം, അദ്കാറുകളിൽ ഉണ്ടാകണം, ഖുർആൻ പാരായണത്തിൽ ഉണ്ടാകണം, സ്വതക്കയുടെ കാര്യത്തിൽ ഉണ്ടാകണം, ജമാഅത്തുകളുടെ കാര്യത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഈ ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സഹോദരങ്ങളെ, നന്മയുടെ വർധനവ് സ്വർഗത്തിന്റെ നിത്യവാസത്തിന് നമുക്ക് ആവശ്യമാണ് എന്ന് അല്ലാഹുവും റസൂലും നമ്മെ പഠിപ്പിച്ചതാണ്. സ്വഹാബത്ത് ആഗ്രഹിച്ച അവസരം തേടി ഇങ്ങോട്ട് വന്നതാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതെങ്കിൽ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം. തൗഫീഖനായി പ്രാർത്ഥിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോടുകൂടി അല്ലെങ്കിൽ നാളത്തെ മഗ്‌രിബോടുകൂടി നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1-2 ഖുതുബകളിലൊക്കെ ആവർത്തിച്ച് സൂചിപ്പിച്ച വിഷയമാണ് ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. നേരത്തെ സൂറത്തുൽ ഹജ്ജിലെ 28-ാമത്തെ ആയത്തിലും അള്ളാഹു അവിടെ പഠിപ്പിച്ചത് ബലിയറുക്കലും ആണ്. ബലിയറുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഏകദേശം ഒരു 7000 രൂപയാണ് ഇവിടെ നമുക്കൊരു ഷെയറായി നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഷെയർ ചേർന്നു തന്നെ നിർവഹിക്കേണ്ട ഒരു കർമ്മമല്ല.
നമുക്ക് കഴിയുമെങ്കിൽ തനിച്ചു തന്നെ അത് നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഒരു ആ നന്മയിൽ പങ്കുചേരുക എന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഷെയർ ചേരാറുണ്ട്. കാലങ്ങളായി എല്ലാവരും ഷെയർ ചേർന്ന് പോകുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന ആളുകൾക്ക് അതൊരു ഷെയറായി മാത്രം നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് എന്ന തെറ്റിദ്ധാരണയുണ്ടാകരുത്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ, ഇനി ഒന്നോ രണ്ടോ ആൾക്ക് ചേർന്ന് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, സാധ്യമല്ലെങ്കിൽ 7 വരെയുള്ള ഷെയറുകളായി നമ്മളത് നിർവഹിക്കണം. ഇപ്പോഴും നമുക്കതിന് അവസരമുണ്ട്, ആ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇനി അങ്ങനെ ബലിയെറുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ, പുണ്യം കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മളത് ചെയ്യുന്നത്. പുണ്യം ലഭിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ നിർവഹിക്കാൻ പറഞ്ഞോ ആ രൂപത്തിൽ അത് നിർവഹിക്കുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ റഅയ്തുമുൽ ഹിലാല ദിൽ ഹിജ്ജ വഅറാദ അഹദുക്കും അൻ യുളഹി, ഒരാൾ ബലിയറുക്കണമെന്ന് തീരുമാനിക്കുകയും ദുൽഹിജ്ജ മാസത്തിന്റെ മാസപ്പിറവി അവൻ ദർശിക്കുകയും ആ മാസത്തിലേക്ക് അവൻ പ്രവേശിക്കുകയും ചെയ്താൽ ഫൽയുംസിക് മിൻ ശഅരിഹി വഅൽഫാരി, പിന്നെ അവന്റെ നഖമോ മുടിയോ അവൻ എടുക്കാൻ പാടില്ല. എന്താ അതങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അല്ലാത്ത സമയത്ത് നഖമെടുക്കുക, താടി നിലനിർത്തി മീശ വെട്ടിയൊതുക്കുക, സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് രോമങ്ങൾ നീക്കം ചെയ്യുക പുണ്യമാണ്. എന്നാൽ ഈ 10 ദിവസങ്ങളിൽ ബലി ആഗ്രഹിക്കുന്ന ആളുകൾ പിന്നെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അള്ളയാണ് നിർദ്ദേശിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് പഠിപ്പിക്കുന്നത്. അത് ശ്രദ്ധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നത് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പരമാവധി പുണ്യകർമ്മങ്ങളിൽ, അത് സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് തന്നെ അതിൽ പങ്കുചേരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതോടൊപ്പം ഏതെല്ലാം സുന്നത്തുകൾ വിശ്വാസികൾക്ക് ലഭിക്കാറുണ്ടോ ആ സുന്നത്തുകളോടെല്ലാം ചേർന്ന് ബോധപൂർവം ചില ആളുകൾ ബിദ്അത്തുകൾ പഠിപ്പിക്കും. അത് നമുക്ക് കാണാറുണ്ട്. ഇപ്പൊ ഈ ദുൽഹിജ്ജ മാസത്തിലും 10-ലധികം ബിദ്അത്തുകൾ സമൂഹത്തിൽ ചെയ്യുന്ന പ്രത്യേകമായ ചില ദിക്റുകൾ, അറഫ ദിവസം വന്ന അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പ്രത്യേകമായ ചില പ്രാർത്ഥനകളും രീതികളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. അതോടൊപ്പം അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് പവിത്രമാസമെന്ന്, 4 മാസം നിങ്ങൾക്ക് പവിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിനെ എണ്ണി പഠിപ്പിച്ചപ്പോഴാണ് ദുൽഹിജ്ജ മാസത്തെ അതിലെണ്ണിയത്. പൂർണ്ണമായും ആ മാസം പവിത്രമാണ്. അതിലെ ഏറെ പ്രാധാന്യമുള്ള ദിവസങ്ങളെയാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. അതിൽ പോലും അതിലെ 3ഉം 5ഉം അല്ല, ആ 10ഉം നഹസാണ് എന്ന് പഠിപ്പിക്കുന്ന നമുക്ക് കാണാനാകും. അത്തരം ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക, സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക. അള്ളാഹു നന്മകൾക്കെല്ലാം തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്ന്, അരുതായ്മകളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പടച്ചറബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും പടച്ചറബ് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ സ്റ്റുഡൻസിന്റെ ഒരു പ്രവർത്തകൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പനിയും കുറച്ച് പ്രയാസങ്ങളുമായി ഹോസ്പിറ്റലിലാണ്. ആ കുട്ടിയുടെ പരിപൂർണ രോഗശമനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു ആ കുട്ടിക്ക് പരിപൂർണമായ ശിഫ നൽകി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വേഗത്തിലുള്ള മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ട എല്ലാവർക്കും പടച്ചറബ് മഗ്ഫിറത്തേകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാം ഖബറിടങ്ങൾക്ക് അള്ളാഹു വിശാലതയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ യൂത്തിന്റെ പ്രവർത്തകനായ റൌഫ്, അദ്ദേഹത്തിന്റെ പിതാവ് കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. അള്ളാഹു ആ പിതാവിന് അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് തൗഹീദിന്റെ അഹ്ലുകാരായി ഈ ലോകത്തോട് വിട ചോദിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വിധിയിൽ നമുക്ക് ഏറ്റവും ഉത്തമമായ ഖൈറുകൾ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല
ഫലസ്തീനിലടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് പൂർണ്ണമായ മോചനവും രക്ഷയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിലെ രോഗികൾക്ക് ശമനവും അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഷഹീദിന്റെ പദവിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹു വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والسلام على المرسلين والحمد لله رب العالمين.